പ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിലെ ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളിലും അത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഹൃദയം തുറന്ന് നിർവഹിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്കത് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ സാധിക്കൂ. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ പറ്റി പറയുമ്പം സഹാബാക്കളുടെ ചരിത്രം കേൾക്കുന്ന നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ, അസീസുൽ മുർസലി മിനൽ ബുഖാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കുമ്പം തിളയ്ക്കുന്ന ചട്ടിയിലുള്ള വള്ളത്തിന്റെ ബുളുബുളു ശബ്ദമാ റസൂലുള്ളാന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കേട്ടത് എന്ന്. ഭയപ്പാടുകൊണ്ടും ബേജാറുകൊണ്ടും പടച്ചോന്റെ മുൻപിൽ നിൽക്കുന്ന ആ ആത്മാർത്ഥത, അത്രമാത്രം ജീവിതത്തിന്റെ നിഷ്കളങ്കത. എന്റെ വാപ്പയെ ഇമാമത്ത് നിർത്തിയാൽ പിന്നിലുള്ളവർ കരച്ചിലല്ലാതെ വേറൊന്നും കേൾക്കൂല നബിയെ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന നമ്മളെ ഉമ്മ റസൂലുള്ളാഹിനോട് അവസാന ശ്വാസത്തിന്റെ അടക്ക് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖിനെ ഇമാമത്ത് നിർത്താൻ കൽപ്പന കൊടുത്ത രംഗം. താൻ കുത്തേറ്റ് വീണ സമയത്ത് പോലും തന്നെ താങ്ങിപ്പിടിച്ച ആത്തിക്ക ബീവിയോട്, ആത്തിക്ക അവരോട് ജമാഅത്ത് നിർവഹിക്കാൻ പറ, എന്നിട്ട് എന്നെ പരിഗണിച്ചാൽ മതി എന്ന് ആത്തിക്ക ബീവിന്റെ മുഖത്തു നോക്കി പറഞ്ഞ 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച അൾട്ടിമേറ്റ് ഹീറോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ട് കൺമുൻപിൽ നിർത്തി 69 കൂട്ടുകാരെയും അരിഞ്ഞു തള്ളിയ ശത്രുവിന്റെ മുഖത്തു നോക്കി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ശത്രുവിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം, ഈമാൻ. ചുട്ടുവൈത്ത മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശത്രു തല്ലിയപ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി തൊലി പൊളിഞ്ഞിട്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. നമസ്കരിച്ച് സലാം വീട്ടി എഴുന്നേറ്റോടുന്ന സ്വഹാബിയോട് നിനക്ക് ദിക്ർ ചെല്ലാൻ നേരമില്ലേ എന്ന് പെറുപ്പോടെ തിരുദൂതൻ ചോദിക്കുമ്പം അള്ളാന്റെ റസൂലേ, എന്റെ മക്കള് പട്ടിണിയാണെന്നും അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട്, അതെന്റെ പറമ്പിലേക്ക് വീണാൽ എന്റെ മക്കളെടുത്ത് തിന്നും നബിയെ, എന്റെ മക്കളെ കൊണ്ട് ഞാൻ ആ ഹറാമ് തീറ്റിക്കില്ലെന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ ഈമാൻ.